Hi dears, hearty welcome to today's class. Let us have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിൽ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണം. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. Okay, how are you? Hope that all of you are keeping fine in your home. Okay, today we are going to discuss a new topic, that is megasporogenesis and female gametogenesis. അതിനു മുമ്പ് നമുക്ക് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്ത കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്നൊന്ന് റിക്കളക്ട് ചെയ്യാം, അല്ലേ? ഇതെന്താണ്? യെസ്, ചെമ്പരത്തി പൂവാണ്, അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ചെമ്പരത്തി പൂവേ ചൊല്ല്. പണ്ട് മമ്മൂട്ടി, ശോഭനയൊക്കെ മമ്മൂട്ടി നദിയാമൊയ്തും അഭിനയിച്ച ശ്യാമ എന്ന ചിത്രത്തിലെ നമ്മുടെ ചിത്രചേച്ചി പാടിയ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അവിടെയും നമ്മൾ ആദ്യ സമയത്തെടുത്ത കാര്യങ്ങൾ വരുന്നുണ്ട്. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടു എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പൂജയ്ക്ക് വെക്കുന്ന ഒരു ഫ്ലവറായിട്ടും കൂടെ ഇതിനെ സങ്കല്പിച്ച് നമ്മുടെ ഷിബു ചക്രവർത്തി രചിച്ച പാട്ടാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് അപ്പനെ അമ്മയൊക്കെ കൂട്ടി നന്നായിട്ട് പാടിക്കോളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് ചെമ്പരത്തിയിൽ ഓക്കെ ഷോ യു. ഇതുകൊണ്ട് ഈ ഏറ്റവും പുറമേയുള്ളത് ദിസ് ഈസ് കോൾഡ് കാലിക്സ്. ഞാൻ കാലിക്സ് കളയാണ്, നോൺ എസെൻഷ്യൽ വേണം. ഇവിടെ തൽക്കാല റീപ്രൊഡക്ഷൻ നമുക്കതിന് ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് അല്ല, അതുകൊണ്ടാണ്. ആൻഡ് ദിസ് ഈസ് കൊറോള കൺസിസ്റ്റിംഗ് ഓഫ് 5 പെറ്റൽസ്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പെറ്റലിനെ ഞാൻ തൽക്കാലം കളയാണ്. ഓക്കെ 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 അതിൻ്റെ കൂടെ ആംബിഷൻ കൊടുക്കുന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പെറ്റൽസിൻ്റെ കൂടെ അത് കഴിഞ്ഞ് ഉള്ളിലുള്ള സ്റ്റാമിനൽ ട്യൂബും കൂടെ ഞാൻ കളയാണ്. ഇനിയിപ്പോൾ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഇത് സ്റ്റേമൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. ഇത് ഏറ്റവും ഉള്ളിലുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്, അല്ലേ? ശ്രദ്ധിച്ചിരുന്നോളൂ. ഓക്കെ, ഇതിന്റെ ആൻഡ്രീഷ്യം കൂടെ ഞാൻ കളയാണ്. ആൻഡ്രീഷ്യത്തിന്റെ ഉള്ളില് ഏറ്റവും ഉള്ളില് കാണുന്ന വേട ഏതാണ്? Okay, okay, now it is clear. Okay, okay, this is the female reproductive organ. അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി സമയമുണ്ട്, കാരണം അത് ജെന്റിലായിട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഫ്ലവറിൻ്റെത്. ഓക്കെ, see, this is the stigma, the topmost one, that is called stigma. And this is the style, long slender style, and the basal swollen portion that is attached to the thalamus, that is called ovary. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് അറിയണം, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ടുഡേ we are going to discuss megasporogenesis. ഒന്ന് വിളിച്ച് മെഗാസ്പോറോജെനസിസ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ജെനസിസ് മീൻസ് ഫോർമേഷൻ, മെഗാസ്പോർ. അപ്പോൾ ഫോർമേഷൻ ഓഫ്
megaspore is called megasporogenesis. The process of formation of megaspore is called megasporogenesis. അതിന് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ സ്ട്രക്ചർ അറിയണം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് നമ്മൾ എന്താ വിളിക്കുന്നത് പറഞ്ഞേ? That is nothing but gynoecium. Gynoecium. Gymnasium അല്ല, gynoecium. ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിച്ചോളൂ. GYNOECIUM. Gynoecium. Gynoeciumത്തിന് 3 പാർട്സ് ഉണ്ട്. As I have mentioned, this is the terminal part that can be called stigma. Here it is capitate or head-like, but in hibiscus it is pentaphyte. You can see 5 stigma, and this is the long slender style that ends in a swollen basal structure that is called oval. അപ്പോൾ നമുക്ക് എഴുതി നോക്കിയാലോ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഗൈനീഷ്യം, അതിന്റെ 3 പാർട്ട്. ദിസ് ഈസ് ദി സ്റ്റിഗ്മ. സ്റ്റിഗ്മ ഈസ് ദ റിസെപ്റ്റീവ് പാർട്ട് ഓഫ് ദ ഗൈനീഷ്യം, where it can receive the pollen grains. Okay, and this is the long slender style. This is called the style, and this is the most important part of the gynoecium. That is ovary. ഇതാണ് നമ്മൾ കൂടുതൽ പഠിക്കാനായിട്ട് പോകുന്നത്, ഈ ഓവറിയുടെ ഭാഗം. This is the most important part. Why it's so called? Why it is so considered? Here you can see development of ovules. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഓവ്യൂള് ഡെവലപ്പ് ചെയ്യുന്നത്. ഓവ്യൂള് ഡെവലപ്പ് ചെയ്യുന്ന ഈ പാർട്ടിന് പറയുന്ന പേര് പ്ലാസന്റം എന്നാണ്. Here you can see a tissue that is called placentum, on which the ovules are produced, and the arrangement of this placenta in the ovary, that is called placentation. You might have studied in last class, I mean in previous year. This is the ovary. അപ്പോൾ ഒന്ന് തിരിച്ചു വന്നേ, നമ്മൾ ഇൻട്രോഡക്ടറി ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. മെഗാസ്പോറോജെനസിസ് കാണാൻ പോവാണ്. മെഗാസ്പോറോജെനസിസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് ഗൈനീഷ്യമാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ആൻജിയോസ്പെർമിനെ സംബന്ധിച്ച് ഗൈനീഷ്യമാണ്. The gynecium consists 3 parts, namely stigma, style and ovary, and ovary is the important part where the ovules are produced. Okay, അപ്പോൾ ovule, that is very important. The ovule is otherwise called megasporangium. Ovule is otherwise called megasporangium. And what is megasporogenesis? The development of ovule up to the formation of megaspore is called megasporogenesis. അപ്പോൾ ഈ ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ മെഗാസ്പോറാഞ്ചിയം ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? മെഗാസ്പോറായിട്ട് മാറും. All the stages which are leading to the formation of megaspore from ovule or megasporangium is called megasporogenesis. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗൈനീഷ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഓവറിയില് ഓവ്യൂളുണ്ട്. ആ ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് മെഗാസ്പോർ ഉണ്ടാകുന്നതിനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. We are going to discuss the megasporogenesis in detail. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളുക. It is very important in the examination point of view. വേറെ ഒരിടത്തേക്ക് ശ്രദ്ധ പോകരുത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ we have to study the structure of an ovule. ഒരു ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആദ്യം നമ്മൾ കാണുക, എങ്കിലേ നമുക്ക്
മെഗാസ്പോർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കാണാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ മുതൽ അങ്ങോട്ട് മെഗാസ്പോറോജനസിസ് ശ്രദ്ധിച്ചിരുന്നേ. എവിടെയാ മെഗാസ്പോർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്? മെഗാസ്പോറാഞ്ചിയത്തിന് അല്ലെ. മെഗാസ്പോറാഞ്ചിയത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓവ്യൂൾ. ഇനി ഓവ്യൂള് ഓവറിയുടെ ഏത് ഭാഗത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഡെവലപ്സ് ഇൻ ദി പ്ലാസന്റ. അപ്പൊ ഇത് എങ്ങനെ പ്ലാസന്റ? ഇത് പ്ലാസന്റൽ ടിഷ്യൂ എന്ന് വിചാരിക്കും. Here you can see the ovule. The ovule is a stalk. This is the outer integument, and this is the inner integument. The ovule consists two layers or integuments. They are called outer and inner integuments. This is considered as the outer integument. Integument means covering in the okay, and this is the inner integument. And this stalk-like region, that is called the funicle. ഈ stalk-like region നമ്മൾ വിളിക്കുന്ന പേരാണ് funicle. ഇത് വരയ്ക്കാൻ പഠിക്കണേ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഒലെന്റെ ലേബലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂണിക്കുലസ് ഓർ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നു. എന്താണ് ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? the stalk of the ovule that is attached to the placenta, and the ovule consists two coverings. ആ കവറിങ്സിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇത് ഫുള്ളി കവേർഡ് ആണ് അല്ല. These two integuments leave an opening at its one end, അല്ലേ? And this opening is called micropyle. That is very important. Micropyle. അതുകൊണ്ട് ഈ ഓവ്യൂളിന്റെ ഈ എൻഡിന് നമ്മൾ മൈക്രോപൈലാർ എൻഡ് എന്ന് പറയാറുണ്ട്. ഈ മൈക്രോപൈലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡ്, അതായത് ഇന്റഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന ആ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശലാസ. ശലാസ ശലാസ മസാല ദോശയുടെ ഓർമ്മ വരുന്നുണ്ടോ? കേട്ടപ്പോൾ നിങ്ങൾ പറയും ഇപ്പൊ ചടിയാണെന്ന് ചിലപ്പോൾ പറയും. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. എന്താണ് സംഗതി? ഓവ്യൂൾ, അതിന്റെ സ്റ്റോക്കിന് പറയുന്നത് ഫ്യൂണിക്കിൾ. ഓവ്യൂളിന് രണ്ട് കവറിങ്. Outer covering is called outer integument, inner covering is called inner integument, and these integuments leave an opening at its one end, that is called micropyle, and this end is called micropylar end, and the opposite end is called chalasal end, and that part is called chalasa. Clear ആണല്ലോ? ഇപ്പോൾ മെഗാസ്പോറാഞ്ചിയം ഓവ്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ കാണുകയാണ്. അപ്പൊ പ്ലാസന്റത്തിൽ നിന്ന് അങ്ങനെ ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇനി ഇതിനുള്ളിലുള്ള പാർട്ട് ഇവിടുത്തെ സെല്ലുലാർ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് ദാറ്റ് മൾട്ടി സെല്ലുലാർ എന്ന് മാത്രമല്ല, ഇതൊരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ കൂടിയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി മെന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ മെഗാസ്പോർസ്. ദാറ്റ് ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഇസ് കോൾഡ് വാട്ട് ഈസ് നോൺ ആസ് ന്യൂസൻസ്. എന്താണ് പറഞ്ഞത്? ഇവിടെ കാണുന്ന ഈ ന്യൂട്രിറ്റീവ് ടിഷ്യൂന്ന് പറയുന്ന പേരാണ് ന്യൂസെല്ലസ്. ന്യൂസൻസ് എന്നല്ല, അത് നിങ്ങൾ ഇത് ന്യൂസൻസ്. ഇവിടെ മുഴുവനും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ടിഷ്യൂ ആണ്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ഇങ്ങോട്ട് ഞാൻ വരയ്ക്കുന്നില്ല, സമയമില്ലാത്തത് ഇങ്ങോട്ടുണ്ടെന്ന് വിചാരിക്കട്ടാ. ഇനി ഈ ന്യൂസെല്ലസിലെ ഏതെങ്കിലും ഒരു സെല്ല്, ന്യൂസെല്ലസിലെ പറഞ്ഞേ ഏതെങ്കിലും ഒരു സെല്ല്, ഏത് സെല്ല് വേണേലാണ്, കോമൺലി ജനറലി ന്യൂസെല്ലസിലെ മൈക്രോപൈലാർ എൻഡിലുള്ള ഒരു സെല്ല് ദാറ്റ് ഫങ്ഷൻസ് ആസ് ദ മെഗാസ്പോർ മദർ സെൽ. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. നമുക്കൊന്ന് എഴുതി വെച്ചേക്കാം, ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്, മൾട്ടി സെല്ലുലാറാണ്. അതിലെ ഏതെങ്കിലും ഒരു സെൽ, ഇപ്പൊ വേണമെങ്കിൽ ഇവിടെയുള്ള ഈ സെല്ലാകാം, ഇവിടെയുള്ള ഈ സെല്ലാകാം, ഈ സെല്ലാകാം,
എന്നാൽ കോമൺ ആയിട്ട് സാധാരണയായിട്ട് ഈ മൈക്രോപൈലാർ റീജിയണിലെ ഒരു സെല്ല് ദാറ്റ് ഫങ്ഷൻസ് ആസ് the megaspore mother cell, that functions as the megaspore mother cell. MMC ഇതിനു മുമ്പ് നമ്മൾ MMC കണ്ടായിരുന്നല്ലോ, അതെവിടെയായിരുന്നു? യെസ്, മൈക്രോസ്പോറോജനസിസിൽ മൈക്രോസ്പോർ ഉണ്ടാകുന്ന സെല്ലിനും MMC എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ that was microspore mother cell and here it is MMC means megaspore mother cell എന്ന് പറഞ്ഞേ. അപ്പൊ എന്താണ് പ്രത്യേകത? ന്യൂസെല്ലസിന് ധാരാളം സെൽസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സെല്ല്, മിക്കവാറും മൈക്രോപൈലാർ റീജിയനിലെ ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഫങ്ഷൻ ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഓവ്യൂളിന്റെ ഡെവലപ്മെന്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ടിഷ്യൂസും എല്ലാ ലെയേഴ്സും ഇതെല്ലാം ഡിപ്ലോയിഡ് ആണ്. പക്ഷെ ഇനി ഈ മെഗാസ്പോർ മദർ സെൽ ദാറ്റ് അണ്ടർഗോസ് എ റിഡക്ഷൻ ഡിവിഷൻ as we have seen in the case of microsporogenesis. ഇവിടെ ഈ മെഗാസ്പോർ മദർ സെൽ undergoes a meiotic division or reduction division and thereby the formation of how many cells? ഒരു മിയോസിസിന്റെ റിസൾട്ട് എത്രയാ പറഞ്ഞേ? യെസ്, 4 സെൽസ് ആണ്, which are arranged in a linear fashion and it is called a linear tetrad. ആ ഒരു മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 4 2 3 4 ദിസ് ഈസ് കോൾഡ് ലീനിയർ ടെട്രാഡ്. ഇനി ഒരു കാര്യം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ആരോടും പറയരുത്, രഹസ്യമാണ്. എന്താണ്? ഔട്ട് ഓഫ് ദ 4 മെഗാസ്പോർസ് പ്രൊഡ്യൂസ്ഡ്, മെഗാസ്പോറോജനസിസ് കഴിഞ്ഞോട്ടെ, കാരണം മെഗാസ്പോർ ഉണ്ടായി. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഔട്ട് ഓഫ് ദ 4 മെഗാസ്പോർസ് പ്രൊഡ്യൂസ്ഡ് 3 of them will be disintegrated. ഉണ്ടായ 4 മെഗാസ്പോർസിൽ 3 ഡിസന്റിഗ്രേറ്റ് ചെയ്തു. അത് ഏത് 3 അവിടെയാണ് നമ്മുടെ ഈ എന്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് മൈക്രോപൈലാർ എന്താന്ന് ഞാൻ പറഞ്ഞു. ഇതെന്താണ്? ചലാസൻ എന്ന്. ഈ മൈക്രോപൈലാർ റീജിയണിലെ 1 മാത്രം ഫങ്ഷൻ ചെയ്യും. ബാക്കി ഈ ചലാസൻ എന്തിന് 3 ഡിസോർഗനൈസ് ചെയ്തു പോകും. അപ്പൊ നമുക്ക് ഇത് ഡീജനറേറ്റിംഗ് അല്ലെ മെഗാസ്പോർസ് എന്ന് പറയാം. ആൻഡ് ദിസ് വിൽ ബി ദി ഫങ്ഷണൽ മെഗാസ്പോർ. നമുക്കിവിടെ എഴുതാം ഡീജനറേറ്റിംഗ് megaspores. And this is the functional megaspore or surviving megaspore. Functional or surviving megaspore. സന്തോഷായോ? എന്ത് ഫോം ചെയ്തു? മെഗാസ്പോർ ഫോം ചെയ്തു. ഓക്കെ, ഓവ്യൂളിൽ നിന്ന് അല്ലെ? ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. ഇപ്പൊ നോക്കി, ഈ ഓവ്യൂള് അത് ഡെവലപ്പ് ചെയ്ത് മെഗാസ്പോർ വരെ ഉണ്ടാകുന്ന ഓൾ സ്റ്റേജസ് കളക്റ്റീവ്ലി കോൾഡ് മെഗാസ്പോറോജനസിസ്. വേറാണല്ലോ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഡയഗ്രാം വരച്ച് ലേബൽ ചെയ്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ ഓക്കെ നമ്മുടെ ഫീമെയിൽ ഗാമറ്റോജനസിസ് കാണുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ ഒന്ന് പറയുകയാണ്. അതായത് നമ്മുടെ ഈ ഓവ്യൂളിന് പറയുന്ന പേര് അനാട്രോപ്പസ് ഓവ്യൂൾ എന്നാണ്. എന്താണ്? അനാട്രോപ്പസ് ഓവ്യൂൾ. This is the commonest type of ovule present in angiosperms. ഇതിന്റെ ഒരു പ്രത്യേകത, മൈക്രോപൈല്, അതേപോലെ ചലാസ, അതുപോലെ ഫ്യൂണിക്കിള്, ഇത് ഒരേ ലൈനിലായിരിക്കുക. അല്ലാതെ മറ്റൊരു സിമ്പിൾ ടൈപ്പ് ഓഫ് ഓവ്യൂൾ ഉണ്ട്, അവിടെ ഇങ്ങനെ ഇറക്റ്റ് ആയിരിക്കും, ഈ രീതിയിലായിരിക്കും. അപ്പോൾ അവിടെ ഫ്യൂണിക്കിളും അല്ലെ, ഇത് ഫ്യൂണിക്കിള്, അതുപോലെ ഇത് മൈക്രോപൈല്, അതുപോലെ ഇത് ചലാസ, ഇതെല്ലാം ഒറ്റ ലൈനിലാണ്.
പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ഇൻവെർട്ടഡ് പൊസിഷനിലായിരിക്കും. ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺസ് ടൈപ്പ് ഓഫ് ഓവ്യൂൾ പ്രസന്റ് ഇൻ ആൻജിയോസ്പെർമ്സ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് പറഞ്ഞ് അനാട്രോപ്പസ് ഓവ്യൂൾ. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫീമെയിൽ ഗാമറ്റോജനസിസ് കാണാൻ പോകണം. നമുക്കിത് ഫോർ ദ ടൈം ബീയിങ് ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ക്കാണ്. Can I have a bit? Okay. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഇപ്പോൾ നമുക്ക് മെഗാസ്പോറോജനസിസ് കഴിഞ്ഞ് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മെഗാസ്പോർ കിട്ടി അല്ലേ? ആ മെഗാസ്പോർ ഒന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ പറഞ്ഞു മിക്കവാറും കേസുകളിൽ അത് എവിടെയായിരിക്കും, അത് മൈക്രോഫൈലാർ റീജിയനിലുള്ള ഒരു സെല്ലായിരിക്കും. ഇതിപ്പോ ഇങ്ങോട്ട് ഞാൻ മാറ്റി വരയ്ക്കാം. സപ്പോസ് ദിസ് ഈസ് ദ മെഗാസ്പോർ. അപ്പൊ ഈ മെഗാസ്പോറിലെ ന്യൂക്ലിയസിന്റെ ഫ്ലൂയിഡി നേച്ചർ എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കോ ഹാപ്ലോയിഡ് ആയിരിക്കോ? യെസ്, ഇറ്റ് ഈസ് ഹാപ്ലോയിഡ്. ഇത് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിരിക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ച്, ഈ മെഗാസ്പോർ, the functional megaspore, the surviving megaspore functions as embryo sac mother cell. ഇത് എന്തായിട്ട് ഫങ്ഷൻ ചെയ്യും? എംബ്രിയോ സാക് മദർ സെൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യും. Embryo sac is considered as the female gametophyte. That is very important കേട്ടോ, നോട്ട് ചെയ്യണേ. ഈ എംബ്രിയോ സാക്കിനെയാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് കരുതുന്നത്. എംബ്രിയോ സാക്ക് ഈസ് കൺസിഡേർഡ് ആസ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. We are going to discuss female gametogenesis. Female gametogenesis in detail. Genesis of female gamete is called female gametogenesis. Simple, right? Genesis or formation of female gamete. The process of formation of female gamete is called female gametogenesis. That starts with the embryo sac mother cell or this functional megaspore. നമ്മളത് കാണാനായിട്ട് പോവാണ്. The functional megaspore എന്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു? embryo sac mother cell. നമുക്ക് embryo sac mother cellനെ EMC എന്ന് വിളിക്കാം. That undergoes 3 repeated mitotic divisions, thereby the formation of a 7-celled embryo sac or 8-nucleated embryo sac. ഒന്ന് മനസ്സിലായല്ലോ? ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. I repeat, this surviving megaspore that functions as embryo sac mother cell undergoes 3 repeated mitotic divisions. 3 repeated mitotic divisions, thereby the formation of an 8-nucleated embryo sac അല്ലെങ്കിൽ a 7-celled embryo sac. നമ്മൾ കാണാൻ പോവാ. അതിനകത്ത് ഫീമെയിൽ ഗമീറ്റ് ഉണ്ട്. അതോടുകൂടി ഫീമെയിൽ ഗമറ്റോജനസിസ് കഴിയും. ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഇത്രയും കൂടെ എന്തോ വലുതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സപ്പോസ് ദിസ് ഈസ് ദ embryo. ഈ ന്യൂക്ലിയസ് ആദ്യം ഈ മൈറ്റോസിസ് നടക്കുമ്പോൾ കാരിയോകൈനസിസ് മാത്രമേ നടക്കുന്നുള്ളൂ. only at the later stage the cytokinesis takes place. കാരിയോകൈനസിസ് എന്താണെന്നറിയാം? ന്യൂക്ലിയസിന്റെ ഡിവിഷൻ. സൈറ്റോകൈനസിസ് സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ. ഇപ്പൊ ഇവിടെ ആദ്യം 3 കാരിയോട്ടിക് ഡിവിഷനാണ് നടക്കുന്നത്. ഒന്ന്, ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഓർ എംബ്രിയോ സാക് മദർ സെല്ലിലെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആദ്യത്തെ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ, റിസൾട്ടിങ് ഇൻ ടു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഓരോ ന്യൂക്ലിയസും ഈ എംബ്രിയോ സാക്കിന്റെ പോളാർ റീജിയൻസിലേക്ക് മൂവ് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും. കണ്ടോ? This is the micropolar region and this is the chalacer region. Where you
can see അടുത്ത സെക്കൻഡ് മൈറ്റോസിസ് നടക്കുകയാണ്. അവിടെ ന്യൂക്ലിയസ് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഈ ന്യൂക്ലിയസ് രണ്ടെണ്ണമായി, ഇതെത്രണ്ണായി? രണ്ടെണ്ണം. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ കൈനസിസ് നടക്കുകയാണ്, മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുകയാണ്. ഈ രണ്ടെണ്ണം ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കൂടെ നടക്കുമ്പോഴേ 4 ഇവിടെയും വീണ്ടും നടക്കുമ്പോൾ 4. അപ്പൊ നോക്കിക്കേ, 4, 4, 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോസൈറ്റ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഔട്ട് ഓഫ് ദി 4 ന്യൂക്ലിയേ പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് പോൾ, 1 ന്യൂക്ലിയസ് മൈഗ്രേറ്റ്സ് ടുവേഴ്സ് ദ സെൻട്രൽ പോർഷൻ. ഇവിടുന്ന് ഒരു ന്യൂക്ലിയസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ഒരു ന്യൂക്ലിയസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പൊ എത്രയായി? 3, 3, 3, 6, 2, 8. This is the 8 nucleated condition. This is the 8 nucleated embryocyte. This is embryocyte. ഇനി ഇവിടെ സൈറ്റോകൈനസിസ് നടക്കാൻ പോകും. സൈറ്റോകൈനസിസ് നടക്കുമ്പോഴത്തേക്കും ഇത് 3 സെൽസ് ആയിട്ട് മാറും. കാരണം അതിന്റെ പുറമെ പോള് ഉണ്ടാകും. അപ്പോഴാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫോർമേഷൻ ഓഫ് ഈ 3 ന്യൂക്ലിയസിനും പുറമേ ഓരോ പോള് ഫോം ചെയ്യുന്നു. ആൻഡ് ടുഗദർ കോൾഡ് ആന്റിപോഡൻസ്. ഈ ചലാസർ റീജിയനിലെ 3 സെൽസിന് പറയുന്ന പേരാണ് ആന്റിപോഡൻസ്. ഇനി ഇവിടെ ഇതേപോലെ മൈക്രോപൈലാർ റീജിയനിലും ഇതിന് പുറമെ എന്ത് ചെയ്യുന്നു? വോള് ഉണ്ടാകുക അല്ലേ? ഇതിന് പുറമെ വോൾ ഉണ്ടാകുന്നു. This is the nucleus, and here you can see, and here the middle one is large, and the 2 sides you can see smaller cells. And this is called egg. That is the female gamete. That is the female gamete. In the lateral sides here you can see 2 cells, and these are called synergids. These are called synergids. And this egg and synergids together called egg apparatus. Egg apparatus. Egg apparatus. And later you can see these 2 nuclei that will be outlined with a cell wall and can be called central cell. അതായത് ഫെർട്ടിലൈസേഷന്റെ സമയമാകുമ്പോൾ മേൽഗമേറ്റ് വന്നു കഴിയുമ്പോഴാണ് ഇത് 2 ന്യൂക്ലിയസും കൂടെ കൂടിച്ചേർന്ന് പിന്നീട് സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ട്. അതാണ് പിന്നീട് പറയുന്നത്. So നോക്കിക്കേ, this can be considered as a mature embryocyte that will be produced within ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാനായിട്ട് പറ്റും? ഒരു മച്ചുവർ എംബ്രിയോസൈറ്റ് വരയ്ക്കാനായിട്ട് പറ്റും. ഈ ന്യൂസെല്ലാർ ടിഷ്യൂവിന് ഉള്ളിൽ യു ക്യാൻ സീ ദ ഫോർമേഷൻ ഓഫ് 3 ആന്റിപോഡൻസ്, then 2 polar nuclei with the central cell, and here you can see the synergid, here the egg, and here the synergid again. This is the structure of a mature ovule. For mature ovule, embryocyte കൂടി. And why these are called polar nuclei? Because these nuclei are migrating from the poles towards the equatorial plane or the central portion. So they are called polar nuclei. ഇത് എക്സാമിനേഷൻ ചോദിക്കും. ഈ ഡയഗ്രം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ലേബലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എംബ്രിയോസൈറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാനായിട്ട് പറ്റും. മച്ചൂർ എംബ്രിയോസൈറ്റിന്റെ സ്ട്രക്ചർ അതിൽ തന്നെ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. എന്താണ്? ഒന്ന് 7 സെൽഡ് ആയിട്ടുള്ള എംബ്രിയോസൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 സെല്ല്, എഗ്, 2 സൈനർജിഡ്സ്, ഇവിടെ 3 ആന്റിപോഡൻസ്, വീണ്ടും ഇവിടെ 1 സെല്ല്. ഇത് 1 സെല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3, 3, 6, 7 സെല്ല്. പക്ഷെ ന്യൂക്ലിയെ കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ട്?
1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസ് ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ എഴുതുന്നത് ഇവിടെ 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് 7 celled embryos ആണ്. ഇങ്ങനെയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇത് 7 celled embryo sac in angiosperms. ഓക്കെ, നമുക്ക് embryo sac-ന്റെ സ്ട്രക്ചർ നമ്മൾ കാണാം. നമുക്ക് ചലാസൽ റീജിയനിലെ ആന്റിപോഡൽസ് ന്യൂട്രിറ്റീവ് ഫംഗ്ഷൻ ആണ്. സെൻട്രൽ റീജിയനിലെ 2 പോളാർ ന്യൂക്ലിയ അത് പിന്നീട് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് then പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആകും. ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്ക. ഇവിടെ ഈ എഗ്ഗിന് 2 സൈഡില് ഫീമെയിൽ ഗമീറ്റിന് 2 സൈഡില് സൈനർജിഡ്സ് ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ സൈനർജിഡ്സിന്റെ ഫംഗ്ഷൻ? ഇതിന് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉണ്ട്. The synergids can guide the pollen tube towards the female gamete. പിന്നീട് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് മെയിൽ ഗമീറ്റിനെ വലിച്ചുകൊണ്ട് പോളൻ ട്യൂബ് എത്തുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഈ ഫീമെയിൽ ഗമീറ്റിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സൈനർജിഡ്സ് സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സൈനർജിഡ്സിന്റെ വോളിൽ ഒരു തിക്കനിങ് നമുക്ക് കാണാം. അതിനൊരു പ്രത്യേക ടെക്നിക്കൽ ടേം ഉപയോഗിക്കുന്നുണ്ട്. ഈ സൈനർജിഡ്സിൽ കാണുന്ന തിക്കനിങ് ദാറ്റ് ഈസ് കോൾഡ്, ഇവിടെ എഴുതട്ടെ, ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസ്. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ട് ഈ ഫീമെയിൽ ഗമീറ്റിലേക്ക് മെയിൽ ഗമീറ്റിനെ ഗൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഏതിനുണ്ട്? സൈനർജിഡ്സിനുണ്ട്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഫീമെയിൽ ഗമീറ്റോജെനസിസ് കഴിയുക. ഫീമെയിൽ ഗമീറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഫീമെയിൽ ഗമീറ്റോജെനസിസ് കഴിഞ്ഞു. ഇനി പെട്ടെന്ന് നമുക്കൊന്ന് ഒരു റിക്കളക്ഷനിലേക്ക് നമ്മൾ പോവാം. നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ ക്ലാസ് എടുത്തു, കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, കാര്യം ലെക്ചർ നോട്ടൊക്കെ എഴുതിയെടുത്തു. കാര്യം ഇത് പഠിക്കണം, 1/2 മണിക്കൂർ പഠിക്കണം, വീണ്ടും റീകളക്ട് ചെയ്യണം. ഒരാടാകണം, കന്നുകാലിയാകണം. അവര് പുല്ല് കിട്ടിക്കഴിയുമ്പോൾ മറ്റൊന്നും നോക്കാതെ ഇതെല്ലാം എടുത്തിട്ട് കഴിക്കും. പക്ഷേ ഈവനിങ്ങിൽ അല്ലേ, വൈകുന്നേരം ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം വീണ്ടും എടുത്തിട്ട് അയവെട്ടും. ആ രീതിയിൽ പഠിച്ച കാര്യങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ അയവെട്ടി ബ്രെയിനിൽ കീപ്പപ്പ് ചെയ്യുന്ന ഒരു മെമ്മറി ആക്കി നിങ്ങൾ മാറ്റണം. ഇന്ന് 2 കാര്യങ്ങളെ നിങ്ങൾ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാണ്? എന്താണ് മെഗാസ്പോറോജെനസിസ്, പിന്നെ എന്താണ് ഫീമെയിൽ ഗാമിറ്റോജെനസിസ്. മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏത് ഡെവലപ്പ് ചെയ്യും? ഗൈനീഷ്യത്തിന്റെ ഓവറിയിലെ ഓവ്യൂ ഡെവലപ്പ് ചെയ്ത് മെഗാസ്പോറ. നമുക്കറിയാം 4 മെഗാസ്പോറയും 3 ഡിസിന്റഗ്രേറ്റ് ചെയ്തു, 1 ഫങ്ഷണലാണ്. അവിടെ ഫീമെയിൽ ഗാമിറ്റോജെനസിസ് ആരംഭിക്കുന്നു അല്ലെ. അവിടെ ആ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫങ്ഷണൽ മെഗാസ്പോർ എംബ്രിയോസാക് മദർ സെല്ലായിട്ട് ഫങ്ഷൻ ചെയ്ത് 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള 7 സെല്ലായിട്ടുള്ള എംബ്രിയോസാക് ഉണ്ടാകുന്നു. ഇതിന്റെ ഓവിഡിന്റെ ഡയഗ്രാം, മറ്റൊരു എംബ്രിയോസാക്കിന്റെ ഡയഗ്രാം, ഇതിന്റെ ലേബലിങ് അല്ലെ, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ MMCക്ക് എന്താണ് പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോരുക. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്താണ്? മാതാപിതാക്കന്മാരോട് ഒത്തിരി സ്നേഹമുള്ളവരായിരിക്കണം. അവരെ അനുസരിക്കുന്നവരാകണം. ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും പ്രാർത്ഥനകൾ, സ്നേഹം, കരുതൽ എപ്പോഴും നിങ്ങൾക്ക് കൂടെയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും നന്മകൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.